തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ സാധാരണ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് അഥവാ വിശുദ്ധ മർഗരീത്ത മറിയം. എന്നാൽ യഥാർത്ഥത്തിൽ മർഗരീത്ത മറിയമാണോ ഈശോയുടെ തിരുഹൃദയ ഭക്തി ആദ്യമായിട്ട് പ്രചരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മൾ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 3-ാം നൂറ്റാണ്ട് തുടങ്ങി ഈശോയുടെ തിരുഹൃദയ ഭക്തി നിലവിലുണ്ട്. പക്ഷേ ആഗോളതലത്തിൽ ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് പങ്കുണ്ട്. കാരണം മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ ഈശോ നൽകിയ 12 വാഗ്ദാനങ്ങൾ ലോകം മുഴുവൻ നമുക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിനു മുമ്പും മാർഗരറ്റ് മേരി അലക്കോക്ക് അംഗമായ വിസിറ്റേഷൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് അടക്കം ഒത്തിരിയേറെ വിശുദ്ധർ ഈ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ തിരുഹൃദയ ഭക്തിയുടെ പ്രഥമ അപ്പസ്തോല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജെർത്രൂദ്. സഭയിൽ ജെർത്രൂദ് അറിയപ്പെടുന്നത് സെയിൻറ്റ് ജെർത്രൂദ് ദ ഗ്രേറ്റ് എന്നാണ്. ഒരുപക്ഷെ പുരുഷന്മാരായ വിശുദ്ധരിൽ പലരും ദ ഗ്രേറ്റ് എന്ന ടൈറ്റിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ്. വിശുദ്ധ ആൽബർട്ട് ദ ഗ്രേറ്റ്, വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്, സെയിൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ വിശുദ്ധരുണ്ട്. പക്ഷെ സ്ത്രീകളിൽ ദ ഗ്രേറ്റ് എന്ന ശീർഷകം കിട്ടിയ ഒരു വിശുദ്ധയാണ് ജെർത്രൂദ്. ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ഈശോയുടെ തിരുഹൃദയവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ വിശുദ്ധ ജെർത്രൂദ് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഈശോ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ ഹൃദയം അവളുടെ നേരെ നീട്ടിക്കൊണ്ട് ഈശോ ഈ ഹൃദയം സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ വിശുദ്ധ ജെർത്രൂദ് അല്പം ഒന്ന് ആശങ്കയോടുകൂടി ഞാൻ എങ്ങനെ ഈശോയുടെ ഹൃദയം സ്വീകരിക്കും എന്ന ഒരു സങ്കോച മനോഭാവത്തോടു കൂടി ഇതിനെ നോക്കിക്കണ്ടു. അപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയമകളെ, ഒരു സുഹൃത്തും നീയും നിങ്ങൾ 2 പേരും പാട്ട് മത്സരത്തിന് പോകുമ്പോൾ നീ നന്നായിട്ട് പാട്ട് പാടുന്നവളും നിൻ്റെ സുഹൃത്ത് അത്ര പാട്ടിൽ പ്രഗത്ഭനല്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പക്ഷേ നീ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. അവൻ അതിന് വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് നിനക്ക് ഒത്തിരിയേറെ വിഷമം തരില്ലേ? ഇതുപോലെയാണ് എനിക്കും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒത്തിരി നിരാശപ്പെടാറുണ്ട്. പക്ഷേ ഈശോ വചനത്തിലൂടെ നമുക്ക് തരുന്നൊരു വാഗ്ദാനമുണ്ട്. ശാന്തശീലനും വിനീത ഹൃദയനുമാണ് ഞാൻ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വാഗ്ദാനം നമുക്കറിയാമെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ പോയിരുന്ന് നമ്മൾ അല്പസമയം പ്രാർത്ഥിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും. അപ്പോൾ നമ്മൾ ഈ വണക്കമാസം നമ്മൾ പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമത് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്വാസം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഭയും എല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിനാണ്. അപ്പം ആ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ ചെന്ന് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം. രണ്ടാമതായിട്ട് ജെർത്രൂദിനോട് ഈശോ പറയുന്നൊരു കാര്യം, നിൻ്റെ കാതുകൾ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, അതിലെ ഓരോ ഹൃദയ തുടിപ്പുകളും നീ ആസ്വദിക്കുക, ധ്യാനിക്കുക. എൻ്റെ ഹൃദയത്തിൽ തുടിപ്പുകളിൽ ഓരോന്നും പാപികൾക്ക് കരുണയ്ക്കുള്ള ആഹ്വാനവും മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനവുമാണ്. അതുപോലെ കൃപാവരത്തിൽ ജീവിക്കുന്നവർ കൂടുതൽ വിശുദ്ധി പ്രാപിക്കണമെന്നുള്ള ഒരു ഉൾവിളിയാണ് ഈ ഹൃദയ തുടിപ്പുകൾ നൽകുന്നതെന്ന്. സ്നേഹമുള്ളവരെ, നമ്മളും ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ പോയി പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഈശോയുടെ രൂപത്തിന് മുമ്പിൽ പോകാറുണ്ട്. പക്ഷേ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളും ഓർക്കണം, ഈശോയുടെ ഓരോ ഹൃദയ തുടിപ്പും എനിക്കുള്ള വിളിയാണ്. അത് ഈശോയുടെ കരുണയിലേക്കുള്ള വിളിയാണ്, ഈശോയുടെ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ആ വിളി നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് വിശുദ്ധ ജെർത്രൂദ് പറയുന്ന ഒരു ആത്മീയ പരിശീലനമുണ്ട്. വിശുദ്ധ ജെർത്രൂദ് ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ വളരാനായിട്ട് അനുദിനം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ്. എല്ലാ ദിവസവും 3 നേരം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വിശുദ്ധ ജെർത്രൂദ് തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ പോയിരിക്കും.
ആ ദിവസം ഈശോയുടെ സ്നേഹത്തിനെതിരായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യമേ ഒന്ന് ആത്മശോധന ചെയ്യും. അതിനുശേഷം മനസ്താപ പ്രകരണം ചൊല്ലി ഈശോയോടുള്ള തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടുവാനും വളരുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ്. സ്നേഹമുള്ളവരെ, ഈ ജൂൺ മാസം നമുക്ക് പരിശീലിക്കാവുന്ന ഈ ഒരു പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.